ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു ചൂട് സമയത്തും അതുപോലെ നോമ്പ് തുറക്കുന്ന സമയത്തെല്ലാം കുടിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഹോം മെയ്ഡ് ഫലൂദയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് കുഞ്ഞുങ്ങൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു നല്ല കളർഫുൾ ഫലൂദ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇവിടെ 2 വലിപ്പമുള്ള മാങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാങ്ങ തൊലിയെല്ലാം കളഞ്ഞെടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതിവിടെ മാങ്ങ തൊലിയെല്ലാം കളഞ്ഞെടുത്തതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുത്ത് വെച്ച് നമ്മുടെ മാങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ഞാൻ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ് മിൽക്കാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് തീരെ മധുരം കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 5 ടേബിൾ സ്പൂൺ വരെ ഒഴിച്ചു കൊടുക്കാം. അതല്ല നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ജ്യൂസ് ഗ്ലാസ് നിറയെ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് പാൽ ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ഞാൻ ഓർക്കാതെ തന്നെ മുഴുവൻ പാൽ ഒഴിച്ചു കൊടുത്തതാണ്. എന്നിട്ട് ഇതിലേക്ക് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വാനില ഐസ്ക്രീമാണ്. ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാംഗോ ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിവിടെ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ലൂസായിട്ട് അടിച്ചെടുക്കരുത് കേട്ടോ. അത്യാവശ്യം കട്ടിയിൽ തന്നെ അടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഇതിന് തണുക്കാനായിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. പിന്നെ ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്കസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുതിർത്തെടുക്കണം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് കുതിർന്ന് വന്നാൽ പിന്നെ നമുക്ക് ഇതും ഫ്രിഡ്ജിലേക്ക് മാറ്റാം. പിന്നെ ഞാൻ ഇതിലേക്കൊരു 1/2 കപ്പ് സേമിയ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സേമിയ നേരത്തെ തന്നെ വേവിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്കൊരു കളറിന് വേണ്ടി കുറച്ച് പിസ്ത എസൻസ് കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കളറ് വേണ്ടാന്നുണ്ടെങ്കിൽ ആ ഒരു വൈറ്റ് കളറിൽ തന്നെ മതി. അതല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളറും ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ഇതും കൂടി ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതും തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിനിടയിൽ ഞാൻ ഇതിലേക്കുള്ള ഫ്രൂട്ട്സ് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒരു ആപ്പിളും അതുപോലെ തന്നെ ഒരു ചെറിയ പഴം പിന്നെ ഒരു ചെറിയ നേന്ത്രപ്പഴം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉറുമാമ്പഴം കൂടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷം കേട്ടോ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിനായിട്ട് കുറച്ച് തേൻ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടൻസ് മിൽക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ പഞ്ചസാര അലിയിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതിപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നതാണ്. ഇതിന് ഫ്രിഡ്ജിലേക്കൊന്നും വെക്കുന്നില്ല. ഇനി നമുക്ക് ഫലൂദ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സേമിയ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അതുപോലെ കസ്കസും നല്ലതുപോലെ തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫലൂദ സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇതിവിടെ ഒരു 3 ഗ്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലാദ്യം തന്നെ ഞാൻ കുറച്ച് കസ്കസാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള മാംഗോ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിന് മുകളിലായിട്ട് നമുക്ക് സേമിയ വെച്ച് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് വാനില ഐസ്ക്രീമാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ചെയ്താൽ മതി. പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഫ്രൂട്ട്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വീണ്ടും കസ്കസ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വീണ്ടും ഇവിടെ മാംഗോ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഞാൻ ഇവിടെ സേമിയ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വീണ്ടും ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്ത് വെച്ച ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഞാൻ കുറച്ച് കസ്കസ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ബദാം കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കോൺഫ്ലെക്സ് ആട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് എങ്ങനെയാണോ വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഈ ഒരു ചൂട് സമയത്ത് ഒരുപാട് ഇഷ്ടപ്പെടുന്ന നമ്മുടെ മാംഗോ ഫലൂദ ഇതിവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് കേട്ടോ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.